നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. കൂടുതൽ നീട്ടാൻ സാധ്യതയില്ല എനിക്ക്. ജസ്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ഇപ്പം നിങ്ങൾ റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താ ചിന്തിക്കുന്നത്, അവരുടെ ഫീലിങ്സ് എന്താണ്, ആൻഡ് പേഴ്സൻ്റെ ലൈക്ക് നമുക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ ആയിട്ട് നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ആൻഡ് അവർ നിങ്ങളെക്കുറിച്ച് ഇപ്പം എന്താ ചിന്തിക്കുന്നത് എന്ന് മാത്രം. ഓക്കെ, പേഴ്സന്റെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ഓക്കെ, ആദ്യം അവരുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചുള്ള ഫീലിങ്സ് എന്താ? Queen of Cups. Oh my God. Okay. Okay, Tower card. ഫീലിങ്സിലെ ടവർ കാർഡ്. Wheel of Fortune. Okay, Ace of Cups. I think ഇന്നലെ വന്ന കാർഡാണ് അല്ലേ? ഇന്നലെ വന്ന സെയിം കാർഡ്സ് ആണ്. ഓക്കെ, അവര് എന്താ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നോക്കാം. ഓക്കെ, magician again. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഫീലിങ്സിൽ ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. ഓക്കെ, അവർക്ക് നിങ്ങളോട് ഒരുപാട് ഫീലിങ്സ് ഉണ്ട് എന്നുള്ള രീതിയിലാണ്. നിങ്ങളോട് വളരെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നുന്നു, സ്നേഹം തോന്നുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ നിങ്ങളുടെ ഇടയിൽ ഒരു എന്തെങ്കിലും പ്രശ്നം വന്ന് കാണാം. ഓക്കെ, ഒരു സഡൻ ചേഞ്ച് വന്ന് കാണാം. ആ ചേഞ്ച് എന്താ? എന്തോ ഒരു മാറ്റം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ടവർ ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ആൻഡ് ഏസ് ഓഫ് കപ്സ് ഉണ്ട്. നിങ്ങൾ ഫീലിങ്സ് ഉണ്ട്, ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു മാറ്റം. ആ മാറ്റം എന്താണ്? എന്താണ് ഇവിടുത്തെ മാറ്റം? ടവർ ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ എന്താ പറയുന്നത്? ടെൻ ഓഫ് സോർഡ്സ്. ജസ്റ്റിസ് അഗൈൻ. എന്ത് പറ്റി? ഫീലിങ്സ് ഉണ്ട്, ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഇടയിൽ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് എന്തോ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ബാക്ക് സ്റ്റാബിങ് എനർജി, ഒരു ചതി, ജസ്റ്റിസ്, നിങ്ങളോട് തെറ്റ് ചെയ്തു എന്നൊരു തോന്നൽ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലുണ്ട്. ഓക്കെ, അവര് നിങ്ങളെ എന്തോ ഒരു ചീറ്റ് ചെയ്തു, നിങ്ങളെ വേദനിപ്പിച്ചു, നിങ്ങളെ ചതിച്ചു എന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ അവർ നിങ്ങളെ വേദനിപ്പിച്ച ഒരു കാര്യം. ഓക്കെ, അവരുടെ മനസ്സിൽ അത് കിടക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളോട് ന്യായം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള ഒരു തിരിച്ചറിവായിരിക്കാം വന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഫീലിംഗ് അവരുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് അവർ നിങ്ങളെ വേദനിപ്പിച്ചു, നിങ്ങളെ വിഷമിപ്പിച്ചു എന്നൊക്കെ. കാരണം മേ ബി നിങ്ങൾ അത്രത്തോളം അങ്ങോട്ട് സ്നേഹം കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളും അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടാവും. അവർക്കും നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ നിങ്ങളെ ഒരു ഇടയിലെ ഒരു സിറ്റുവേഷൻ എന്തോ നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തോ ഒരു പ്രശ്നം മേ ബി റീസെൻ്റ്ലി വന്നായിരിക്കാം ഇത്, അല്ലെങ്കിൽ ഓൾറെഡി ചിലപ്പോൾ പാസ്റ്റിലെ കാര്യമായിരിക്കാം. ഒരു ബ്രേക്ക് കാണുന്നുണ്ട്, ഒരു ചേഞ്ച്, മാറ്റം കാണുന്നുണ്ട് ഇവിടെ. ടെൻ ഓഫ് സോർട്സ് ആൻഡ് ജസ്റ്റിസ് കാണുന്നുണ്ട്. ഓക്കെ, ഞാനത് പറയാം. എന്നാൽ അഗെയിൻ ഇവിടെ ജഡ്ജ്മെന്റും ഉണ്ട്. ആൻഡ് ത്രീ ഓഫ് വൺസ് ആൻഡ് സ്റ്റാർ. ഓക്കെ, പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങളോട് ന്യായം ചെയ്യണമെന്നാണ്. ഓക്കെ, അവരെങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരാം. മേ ബി നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ പ്ലാനിങ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് തിരിച്ചു വരിക എന്ന് അവർ നോക്കുന്നുണ്ട്. അവർ ആലോചിക്കുകയാണ്, പ്ലാനിങ് ആണ്, എങ്ങനെയാണ് ഞാൻ തിരിച്ച് അപ്രോച്ച് ചെയ്യുക. എന്ത് മേ ബി അവർ നിങ്ങളെ വേദനിപ്പിച്ച് കാണാം ഒരുപാട്. സോ അതുകൊണ്ടായിരിക്കാം എങ്ങനെ വന്നിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും എന്നുള്ള ചിന്തയായിരിക്കാം. ഓക്കെ, ബട്ട് നിങ്ങളെ കാണുന്നത് അവർ വളരെയധികം ഒരു ഹോപ്പായിട്ടാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു പ്രതീക്ഷയാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ അവർ ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ ബെറ്റർ ആക്കാം. എന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഹീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കൊരു ലൈക്ക് നിങ്ങളൊന്ന് സമാധാനിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കുക. അവർ ചെയ്ത തെറ്റിനെ തിരുത്താൻ ശ്രമിക്കുക, മാറ്റാൻ ശ്രമിക്കുക, നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ ശ്രമിക്കുക എന്ന രീതിക്ക്. ഓക്കെ, അതിനുള്ള പ്ലാനിങ് അവർ ആലോചിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് കാണുന്നത്. ലൈക്ക് നിങ്ങൾ തമ്മിൽ ഇപ്പം എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്, നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് വന്ന്, ബട്ട് സ്നേഹത്തിന് യാതൊരു കുറവുമില്ല. ഓക്കെ, ഐ തിങ്ക് എക്സ്റ്റേണൽ കാര്യങ്ങളായിരിക്കാം, തേർഡ് പാർട്ടിയോ വേറെ എന്തെങ്കിലോ, എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും ശരി. മേ ബി മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വന്നായിരിക്കാം. എന്താണ് ഇവിടെ ഈ വീൽ ഓഫ് ഫോർച്യൂൺ, ടെൻ ഓഫ് സോർട്സ്, എന്താണ് ഇവരെ മനസ്സിൽ എന്താണ് ഇത്രത്തോളം കിടക്കുന്നത്? ഫീലിങ്സിൽ എന്താണ് ഇത് വരുന്നത്? സോറി, വേണ്ട. ഫീലിങ്സിൽ ഇവിടെ എന്താ വരുന്നത്? മിസ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓ മൈ ഗോഡ്, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ സിറ്റുവേഷൻ അഗൈൻ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്ന. അഗൈൻ ഈ 3 കാർഡും ഉണ്ടല്ലോ, ജഡ്ജ്മെന്റ്, ടെമ്പറൻസ്, ജസ്റ്റിസ്, ഇത് 3 സിമിലർ
നമുക്ക് അർത്ഥങ്ങളാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ഇവിടെ കാണുമ്പോൾ, ഓവറോൾ കാണുമ്പോൾ അവർ നിങ്ങളോട് ന്യായം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നിങ്ങളോട് എന്തെങ്കിലും അവർ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് പറഞ്ഞു തരാൻ, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളോട് ലൈക്ക് ക്ഷമ ചോദിക്കാൻ പറ്റാത്തത്ര അവർക്ക് ആ ഒരു വിഷമമുണ്ട്. എന്നിട്ട് അവരുടെ ഉള്ളിൽ അവർ കിടക്കുന്നുണ്ട്, ആ ഒരു വിഷമം അവർ ക്യാരി ചെയ്യുന്നുണ്ട്, ബേർഡൻ അവർ ക്യാരി ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് കാണുന്നത്. അവരുടെ ഉള്ളിൽ അത് വല്ലാത്തൊരു വേദനയായിട്ട് വരുന്നുണ്ട്, വേദനയായിട്ട് കിടക്കുന്നുണ്ട്. നിങ്ങളോട് എന്തോ വലിയൊരു തെറ്റ് ചെയ്തു പോയി എന്നുള്ളൊരു ചിന്ത. അതിപ്പോൾ ഓരോരുത്തർക്ക് ഓരോ സിറ്റുവേഷൻ ആയിരിക്കാം. സോ അതുകൊണ്ട് നമുക്കിവിടെ കോമൺ ആയിട്ട് ഞാൻ തേർഡ് പാർട്ടി എന്നൊന്നും പറയുന്നില്ല. എന്തോ ഒരു കാര്യം അവർ നിങ്ങളോടൊരു വലിയ തെറ്റ് അവർ ചെയ്തിട്ടുണ്ട്, അപരാധം ചെയ്തിട്ടുണ്ട്, അത് അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ആ ഫീലിങ്സിൽ അവർക്ക് ഇപ്പം അത് വരുന്നത്, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അപരാധം ചെയ്തിട്ടുണ്ട്. മേ ബി നിങ്ങൾ ചിലപ്പോൾ അവരെ വിട്ടുപോയി കാണാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇവിടെ സെപ്പറേഷൻ്റെ കാര്യം വീണ്ടും വരുന്നുണ്ട്. സെപ്പറേഷൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മാറി നിൽക്കൽ എന്ന രീതിക്കായിരിക്കാം പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ് വന്ന് കാണാം. വീൽ ഓഫ് ഫോർച്യൂൺ സമയത്ത് ഒരു മാറ്റം, എന്തോ ഒരു ചേഞ്ച് വന്നു ഇവിടെ നിങ്ങളുടെ ഇടയിൽ. ആ ചേഞ്ച് അവർക്ക് റിയലൈസേഷൻ കൊണ്ടുവരുന്നുണ്ട്, അവർക്കൊരു മനസ്സിലാക്കൽ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ് എന്താണ്, ഓക്കെ, നിങ്ങൾ എത്രത്തോളം അവരെ കെയർ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർ തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് വന്നിട്ടുണ്ട് അവരുടെ ലൈഫിൽ. അങ്ങനെ ആയിരിക്കാം. ഓക്കെ, മേ ബി അവരുടെ ലൈഫിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം അവർക്ക് റിയലൈസേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളാണ് അവരുടെ ലൈഫിൽ അവരെ ഏറ്റവും കൂടെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ എന്തു തന്നെയായാലും. ഓക്കെ, ഇവിടെ അവർ വീണ്ടും നിങ്ങൾ തമ്മിലൊരു ബാലൻസ് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ മിസ് ചെയ്യുന്നു എന്ന രീതിക്കാണ്. നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. ഓക്കെ, ചിലപ്പോൾ ഇത് പാസ്റ്റ് ലൈഫിന്റെ ആ ഒരു സോൾ കണക്ഷൻ അവർ ഫീൽ ചെയ്യുന്നു. ഓക്കെ, സോ സിറ്റുവേഷൻ എന്തുകൊണ്ട് നല്ലോണം ബേർഡൻ ക്യാരി ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി. 10 ഓഫ് സോർഡ്സ് ആൻഡ് 10 ഓഫ് വോൺസ് ആണ്. നമ്മൾ ഒരുപാട് ഭാരം മേലെ മനസ്സിലാണ് നമ്മുടെ മേലെ ക്യാരി ചെയ്യുന്നതിൻ്റെ മനസ്സിൽ ക്യാരി ചെയ്യുന്നുണ്ട്. അവന് നിങ്ങളോട് തെറ്റ് ചെയ്തതിൻ്റെ ആയിരിക്കാം. കാരണം ബാക്കി 3 കാർഡും പറയുന്നത് അവരെന്തോ വലിയൊരു തെറ്റ് ചെയ്തതിൻ്റെ ഒരു റിഗ്രറ്റ് അവരുടെ ഉള്ളിലുണ്ട് എന്നാണ് കാണിക്കുന്നത് എനിക്ക്. തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ അവരുടെ ലൈഫിലൊക്കെ എന്തോ ആയിക്കോട്ടെ, നിങ്ങളെ അവർ വേദനിപ്പിച്ചിട്ടുണ്ട്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇന്നിപ്പോൾ അവർ ആ റിഗ്രറ്റിലിരിക്കുകയാണ്. ഇപ്പോഴത്തെ എനർജിയിൽ ആ ഒരു വല്ലാത്ത റിഗ്രറ്റ് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളോട് തെറ്റ് ചെയ്തു എന്ന് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് സിറ്റുവേഷൻ ബെറ്റർ ആക്കണം എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ എന്ന രീതിയിലാണ്. നോ കോൺടാക്ട് ഒക്കെ ആണെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫ്യൂച്ചർ ഒന്നും എടുക്കുന്നില്ല, അതിൻ്റെ എന്താവും എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ മാത്രമാണ് ഞാൻ എടുത്തത്. ഓക്കെ, മേ ബി നിങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങളടുത്ത് മാറി നിൽക്കുന്നുണ്ടാവാം. ഓക്കെ, ബട്ട് ഒരു മാറ്റം വരും എന്നൊരു പ്രതീക്ഷ വെച്ചോളൂ. വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ. സോ മാറ്റം വരും, അവർ തിരിച്ചറിവ് വരും. അവർക്ക് ജഡ്ജ്മെന്റ് യൂണിവേഴ്സ് ആയിട്ട് അവർ ചില തിരിച്ചറിവുകൾ കൊണ്ടുവരും എന്ന് പറയാം. ഓക്കെ, അവർ മനസ്സിലാക്കും അവരെല്ലാം കാര്യങ്ങളൊക്കെ. നിങ്ങളെങ്ങാനും മാറി നിൽക്കുക, ആക്ച്വലി നിങ്ങൾ മാറി നിൽക്കൂ അല്പം. ഓക്കെ, ഇങ്ങനത്തെ സിറ്റുവേഷൻ ഇപ്പം നിങ്ങൾ ചെയ്യാൻ പറ്റിയത് മാറി നിൽക്കൂ. ഒന്നും പറയാൻ പോണ്ട, സൈലന്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, വെയിറ്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും നമുക്ക് മെസ്സേജസ് നോക്കാം. ഞാൻ എന്താ പറഞ്ഞപ്പോൾ സോൾമേറ്റ് സോൾ കണക്ഷൻ അല്ലേ, കോഫിൻ, ഡെത്ത്, എൻഡിങ്. ഓക്കെ, എൻഡിങ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കാര്യം ഓർമ്മ വയ്ക്കണം. ഇവിടെ എൻഡിങ് നമ്മൾ എപ്പോഴും എൻഡിങ് എന്ന രീതിക്ക് മാത്രമല്ല എടുക്കുക, ഡെത്തിനെ നമ്മൾ ന്യൂ ബിഗിനിങ് എന്നുകൂടി പറയും. അത് തന്നെയാണ് ഇവിടെ വീണ്ടും വന്നത്. ഓക്കെ, സെൽഫ് ഇൻഡൾജൻസ്. സോറി, Sword and Rose, Clarity. Oh my god. ഈ കാർഡ് വരുമ്പോൾ എനിക്ക് എപ്പോഴും സോറി. എനിക്കത് വല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ആ കാർഡിനെ മാറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡെക്കിൽ വെച്ചിട്ടുള്ളത്. കാരണം ആവശ്യമുണ്ട് നമുക്കത്. എനിക്ക് 2 മിനിറ്റ് സമയം തരും. ഓക്കെ, പാർട്ടി. ഓക്കെ, തേർഡ് പാർട്ടിയുടെ കാർഡാണ് അത് വന്നത്. ഓക്കെ, അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു തേർഡ് പാർട്ടിന്ന്. എനിക്ക് വയ്യ, ഞാൻ എന്നെ കൊണ്ട് തന്നെ തോറ്റു എന്ന് പറയില്ലേ, അവസ്ഥ. എനിവേ, സോൾമേറ്റ് ആണ് ഇവിടെ. ന്യൂ ബിഗിനിങ് വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുമെന്ന് കാണുന്നുണ്ട്. റീബർത്ത് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. യെസ്, ഓക്കെ, ഐ തിങ്ക് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് എനിക്ക് കാണുന്നത്. സോ നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ് വന്നിട്ടുണ്ടാവും. തേർഡ് പാർട്ടി കാരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കുറച്ച് പേർക്ക് തേർഡ് പാർട്ടി ആവാം, കുറച്ച് പേർക്ക് വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ആവാം. ഓക്കെ, ബട്ട് തേർഡ് പാർട്ടിയുടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇടയിൽ ആരോ പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. ക്ലാരിറ്റി ആൻഡ് ട്രൂത്ത് ആൻഡ് റെവലേഷൻസ്. ഓക്കെ, നിങ്ങൾക്ക് സത്യങ്ങൾ മനസ്സിലായി കാണാം ഓൾറെഡി. ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണാം എന്തെങ്കിലും സിറ്റുവേഷൻ. പേഴ്സൺ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ചീറ്റ് ചെയ്തതോ വേദനിപ്പിച്ചതോ നിങ്ങൾ മനസ്സിലാക്കി കാണാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളായിരിക്കാം വോക്ക് അവേ ചെയ്തത്. അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയും ചിലപ്പോൾ കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമായിട്ട് ക്ലാരിറ്റി വരും എന്നുള്ളതാണ് കാണുന്നത്. ഞാനിവിടെ സെൽഫ് ഇൻഡൽജൻസ് കാണുന്നുണ്ട്.
സെൽഫ് വർത്ത് ആൻഡ് വാല്യൂ, ടൈം ടു ഹീൽ. യെസ്, നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം ഞാനതാ പറഞ്ഞത് നിങ്ങളോട്, നിങ്ങൾ മാറി നിൽക്കൂ. ഓക്കെ, നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആണ്, സോൾ കണക്ഷൻ ആണ്, പാർട്ട്ണർഷിപ്പ് ആണ്, സോൾ കോൺട്രാക്ട്, സോൾ ബോണ്ട് ആണ് നിങ്ങൾ തമ്മിൽ. ഓക്കെ, 6 of കപ്സും പറയുന്നത് ഇതും പറയുന്ന സോൾമേറ്റ് കണക്ഷൻ ആണ്, നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫിന്റെ കണക്ഷൻ തന്നെയാണ്. ഓക്കെ, പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾ ഗോ ത്രൂ ചെയ്യണം എന്നുള്ളത് ഡിവൈൻ ഒരു തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അത് നമ്മൾ ഗോ ത്രൂ ചെയ്യാതെ നിവർത്തിയില്ല. അപ്പോൾ തേർഡ് പാർട്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനാണ്. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തേർഡ് പാർട്ടി കുറ്റമൊന്നും പറയണ്ട. ഓക്കെ, എന്ന് വെച്ചാൽ അവരെയും ലൈക്ക് രണ്ടാളുടെയും എല്ലാവരെയും കുറ്റം തന്നെയാണ്. സോ നിങ്ങൾ തേർഡ് പാർട്ടി മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, തേർഡ് പാർട്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ചില റിയലൈസേഷൻ നിങ്ങളുടെ പേഴ്സണിന് വരാനായിരിക്കും. ഓക്കെ, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനായിരിക്കും, അങ്ങനെ വിചാരിക്കുക നിങ്ങൾ. ഓക്കെ, നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കൂ. ഓക്കെ, നിങ്ങളെ തന്നെ കെയർ ചെയ്യൂ, നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരൂ എന്നാണ് പറയുന്നത്. ആൻഡ് പാർട്ടിങ് എന്ന് പറയുന്നത് ടൈം വിത്ത് ഫ്രണ്ട്സ്, ഹാവിങ് ഫൺ, ഹാപ്പിലി സിംഗിൾ. മേ ബി നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്തെങ്കിലും ലൈക്ക് മാറി നിൽക്കുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങൾ ആ വഴിയിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയോ എന്തെങ്കിലുമൊക്കെ എൻജോയ് ചെയ്യുന്നതായിട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. പക്ഷെ മനസ്സിൽ അവർ ഒരുപാട് ഭാരം കൊണ്ട് നടക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടൊന്നും ടെൻഷനൊന്നും ആവണ്ട. മേ ബി നിങ്ങളോട് പറയുന്ന അഡ്വൈസ് ആയിട്ട് നിങ്ങൾ എടുത്തോളൂ. കാരണം ഇത് നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് പറയുന്നുണ്ട് ഞാൻ. നിങ്ങൾ ഫ്രീ ആയിട്ട് നടക്കും, നിങ്ങൾ അവനവനെ കെയർ ചെയ്യൂ, നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്യൂ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യൂ. ഓക്കെ, അവർ ആക്ച്വലി യെസ്, ഞാൻ നിങ്ങൾക്ക് തന്നെ പറയുള്ളൂ. അങ്ങനെ എൻഡിങ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറി നടക്കുന്നുണ്ട്, നിങ്ങളാണ് മാറിപ്പോയി അല്ലെങ്കിൽ പേഴ്സണായിട്ട് മാറിപ്പോയി, എന്ത് തന്നെ ആയാലും ശരി. ഓക്കെ, നിങ്ങളിപ്പോൾ തൽക്കാലം നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇടയിൽ ഐ തിങ്ക് ആ തേർഡ് പാർട്ടി ഉണ്ടാവാം. ഈ കാർഡിനെ ഞാൻ എന്തെങ്കിലും ചെയ്യണം, എന്താണെന്ന് ആലോചിക്കട്ടെ. ഓക്കെ, എന്തായാലും ഇത് സോൾ കണക്ഷൻ ആണ്. ഓക്കെ, ഡോണ്ട് വറി, പേഴ്സൺ തിരിച്ച് വരും. നിങ്ങൾ തമ്മിലൊരു റീബർത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. സമയം മാറി വരും. നിങ്ങൾ തമ്മിൽ എൻഡിങ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ വീണ്ടും അത് തിരിച്ച് റീസ്റ്റാർട്ട് ആവും. ഡോണ്ട് വറി, ഈ ഒരു ടെമ്പററി ഫേസ് ആണ് ഇപ്പോഴത്തെ. ഓക്കെ, തേർഡ് പാർട്ടി വന്നതോ കാര്യങ്ങളോ എല്ലാം ഒരു കാർമിക് സിറ്റുവേഷൻ ആണെന്ന് എടുത്താൽ മതി. അത് ഇടയിൽ വരാനുണ്ടായിരുന്നു. അത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ മനസ്സിലാക്കാൻ, നിങ്ങളുടെ പേഴ്സണൽ റിയലൈസേഷൻസ് കൊണ്ടുവരാൻ 3 കാർഡാണ് ഞാൻ പറഞ്ഞില്ലേ. 3 കാർഡും ഓൾമോസ്റ്റ് സിമിലർ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, 3 കാര്യം പറയുന്നത് ലൈക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനമെടുത്ത് ഒരു ന്യായം ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഓക്കെ, ആ തിരിച്ചറിവ് അവർക്ക് വരാൻ യൂണിവേഴ്സായിട്ട് ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി ഇടയിൽ കൊണ്ടുവരുന്ന കൈനാണ്. ഓക്കെ, അവർ വരുന്നതൊക്കെ ഈ നിങ്ങളുടെ പേഴ്സൺ, അതായത് അപ്പം മനസ്സിലാക്കും അവർ ആരാണ് ശരിക്കും അവരെ കൂടെ ഉള്ളത്, ആരാണ് അവരെ സ്നേഹിക്കുന്നത് എന്നൊക്കെ അവർ മനസ്സിലാക്കാനുള്ള ഒരു സമയമാണ്. ഓക്കെ, സോ നിങ്ങൾ തമ്മിൽ കണക്ഷനെ നിങ്ങൾ മനസ്സിൽ വെക്കുക, മനസ്സിൽ കീപ്പ് ചെയ്യുക. ബട്ട് പേഴ്സൻ്റെ അടുത്ത് മാറി നിൽക്കണം, അത് വേറെ കാര്യം. ഓക്കെ, മനസ്സിൽ സ്നേഹം വെച്ചോളൂ, പക്ഷെ പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾ മാറി നിൽക്കൂ. ഓക്കെ, നിങ്ങൾ നിങ്ങളെ തന്നെ കെയർ ചെയ്യൂ എന്നുള്ളതാണ് ഇപ്പോൾ അഡ്വൈസ്. ഓക്കെ, എന്തായാലും അവർ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളോടുള്ള കണക്ഷൻ അവർ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വരട്ടെ, അവരാലോചിച്ച് മനസ്സിലാക്കി വരട്ടെ. ഓക്കെ, സോ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക, നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.